മഹാഗുരുശരണം. മഹാഗുരുശരണം. സർ നമസ്കാരം. നമസ്കാരം സർ, ഗജകേസരി യോഗം എല്ലാവരുടെയും ജാതകത്തിലുള്ള ഒരു മെയിൻ കൺഫ്യൂഷനാണ്. നല്ല നല്ല യോഗങ്ങൾ ചില സമയത്ത് കാണാറുണ്ട്. പക്ഷെ അവരുടെ കടന്നു പോകുന്ന ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രാരബ്ധത്തിലും ആയിരിക്കും. എങ്ങനെയാണ് സർ ഇത് മാച്ചിങ് ആവുന്നത്? ജാതകത്തിലെ ഗജകേസരി യോഗവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പാടുകളും എന്തായിരിക്കും? ഇത് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ സർ. ഇതിലൊരു കാര്യം പറയും, ഞാനും ഗജകേസരി യോഗം ഉള്ള ആളാണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആന വാങ്ങിക്കാനുള്ള അതാണ് ഒരു വിവക്ഷ. ഓക്കെ, അപ്പോൾ ഈ യോഗങ്ങൾ, ഗജകേസരി യോഗം, നിപുണ യോഗം, കുറേ യോഗമുണ്ട്, ഹംസയോഗം, മാളവയോഗം, കുറേ അധികം യോഗങ്ങളുണ്ട്. ഈ യോഗങ്ങളുള്ളപ്പോൾ തന്നെ അത് പോസിറ്റീവ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അനുഭവ യോഗം എത്രയാണെന്നുള്ള ചില കാര്യങ്ങൾ നോക്കും. അത് ഏത് സമയത്ത് ആയിരിക്കും എന്നുള്ളത് നോക്കും. മനസ്സിലായി? അപ്പോൾ ജാതകത്തിൽ പറയുന്ന എല്ലാ യോഗങ്ങളും ആകണമെന്നില്ല. കാര്യം എൻ്റെ കാര്യവും തന്നെ ഗജകേസരി യോഗമായിട്ട്, ആന യോഗമായിട്ട് ഇതൊന്നുമില്ല. കാറ് തന്നെ വാങ്ങിച്ചത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ ഈ യോഗം ഉണ്ടെന്ന് പറഞ്ഞൊരു മോട്ടിവേഷനായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുമായിരുന്നു. മനസ്സിലായി? പിന്നെ ഈ യോഗങ്ങൾ നടക്കുന്ന ഒരു കാര്യമുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ആനയെക്കാളും നല്ലതാണ് റോൾസ് റോയ്സ് കാർ അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരു വ്യവസായി റോൾസ് റോയ്സ് കാർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അല്പം അഡീഷണൽ പേയ്മെൻറ്റ് നടത്തി അദ്ദേഹം തന്നെ ഡ്രൈവറായിട്ട് വരാമെന്ന് പറഞ്ഞ് ഓഫറുണ്ട്. അറിയാമല്ലോ, പേരൊന്നും പറയണ്ട. BMW. അപ്പോൾ നമ്മൾ ആനയെ വെച്ച് നോക്കുമ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കെന്തോ അസാധാരണമായ അല്ലെങ്കിൽ ഒന്നുകൂടി നല്ല അനുഭവങ്ങളിലൂടെ നമ്മൾ പോകുന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം കാർമ്മികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തൊക്കെ കഴിഞ്ഞ ജന്മത്തിലെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ജന്മം എടുക്കുന്നത്. അത് വെച്ചിട്ട് ഈ യോഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് യോഗത്തിന് പർട്ടിക്കുലർ ടൈമിലേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇത് കഴിയുമ്പോൾ നേരെ ബിസിനസ്സൊക്കെ പോയി, എല്ലാം പോയി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നടക്കും. ഈ ജാതകത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം, നടക്കാനുള്ള സാധ്യതകളാണ്. ആ സാധ്യതകൾ തയ്യാറാക്കേണ്ടത് ഓരോ വ്യക്തികളുമാണ്. മനസ്സിലായി? സാധ്യതകൾ തയ്യാറാക്കി അതിൻ്റേതായ ദൈവികമായ ഒരു ചിന്തയോടെ. അപ്പോൾ ചോദിക്കുക, എല്ലാവർക്കും ദൈവചിന്തയുണ്ട്, പക്ഷേ സ്വാർത്ഥത ഇല്ലാണ്ടിരിക്കുക. എൻ്റെ ഗുരു പറയുന്ന, അതുപോലെ ഞങ്ങളുടെ കുലഗുരുവായിരുന്ന കാശിമഠാധിപതി ശ്രീമദ് സുധീന്ദ്രസ്വാമി പറയാറുണ്ട്, ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് പണ്ട് ചക്രം എന്ന് പറയും. മനസ്സിലായി? ഇത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഒരിടത്ത് കെട്ടി നിർത്താൻ പറ്റുകയില്ല. കാര്യം പണം എന്ന് പറയുന്നൊരു, ഇതിനെല്ലാം പണം ആവശ്യമാണ് അല്ലേ? ഈ യോഗങ്ങളൊക്കെ സാമ്പത്തിക ഉന്നമനത്തെ കാണിക്കണം. ഇപ്പോൾ ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ ആനയെ വാങ്ങിക്കണമെങ്കിൽ, ആനയെ വാങ്ങിക്കാനല്ല, അതിനും കൂടുതൽ അതിനെ പരിപാലിക്കാനുള്ള ചിലവ് വേണം. ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അത് ഈ പറയുന്ന ഒരു ദിവസം ആനയ്ക്ക് പരിപാലിക്കാനായിട്ട് മിനിമം 5000 രൂപ ചിലവുണ്ടെന്നാണ്. ഒരു ദിവസം ഒരു ആനയെ വളർത്തുന്ന ഒരാളെ, അത് പാപ്പാൻ്റെ ഇൻ്റർവ്യൂ ആണ് കണ്ടത്. അപ്പോൾ 5000 രൂപ വേണം. അപ്പോൾ ഒരു മാസം 1.5 ലക്ഷം രൂപ കയ്യിൽ വേണം. അതുകൂടാണ്ട് ആനയ്ക്ക് ഇപ്പോൾ പോകാനുള്ള വണ്ടികളൊക്കെ റെഡിയാക്കണം. പണ്ടത്തെ പോലെ നടത്തിക്കാൻ പാടില്ല, ടൈം ലിമിറ്റ് വന്നു. അപ്പോൾ അതനുസരിച്ച് ചിലവുകൾ കൂടി. അപ്പോൾ ഇതിൽ എല്ലാം പറയുന്നത് സാമ്പത്തിക ഉന്നമനമാണ്. അപ്പോൾ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരു മന്ത്രി പറഞ്ഞ പോലെ, കേന്ദ്ര ഗവൺമെൻറ്റിന് എന്താ ഇടയ്ക്കിടയ്ക്ക് നോട്ടടിച്ചാൽ പോരെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നോട്ടടിക്കാൻ പറ്റുകയില്ല. ഓരോരുത്തരും അവരുടെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു, ആ ഊർജം എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് അനുസരിച്ചിരിക്കും അതിൻ്റെ പ്രതിഫലം. അതിൻ്റെ മൂല്യമാണ് പണം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യൻ രൂപയുണ്ട്. നമ്മൾ അമേരിക്കയിൽ ഇത് കൊണ്ടുപോയ ഒരു കാര്യമില്ല. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മിഠായി പോലും തരികയില്ല, ഒരു നാരങ്ങ മിഠായി പോലും കിട്ടുകയില്ല. അവർക്ക് അവിടെ ഡോളർ കൊടുക്കണം. കാര്യം ഓരോ രാജ്യത്തെയും കറൻസിയെ അതാത് രാജ്യത്ത് ചിലവാകുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയുടെ മൂല്യമാണ് പണം. പണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന അധ്വാനമായിരുന്നു. ഇപ്പോഴും നമ്മൾ അധ്വാനിക്കുന്നു. ഇപ്പോൾ ശാരീരിക അധ്വാനമില്ല, കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ അധ്വാനിക്കുന്നു. ശാരീരിക അധ്വാനം വളരെ കുറവാണ്. ശാരീരിക അധ്വാനം ഉള്ളവർക്ക് ഇത് കുറവാണ്. പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് പ്രതിഫലം കുറവും, പലരും ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുക. പക്ഷേ ശരിക്ക് ഈ യോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ധനസമ്പാദന യോഗങ്ങളാണ് കംപ്ലീറ്റ്. ഇപ്പോൾ ധാർമ്മികമായിട്ട് ജീവിതം നയിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് റിലേറ്റഡുള്ള കർമാസ് ഉണ്ടെങ്കിൽ ഈ പണം വരും. ഈ പണം വന്നാൽ എങ്ങനെ പോകുമെന്നറിയാൻ പറ്റുക. ഈ പണം വന്നാൽ എനിക്കറിയാം. ഞാൻ ബാങ്കിൽ ആലപ്പുഴയിൽ ജോയിൻ ചെയ്ത് പ്രൊബേഷൻ്റെ സമയത്ത് ഒരാൾക്ക് ലോട്ടറി അടിച്ചു, ഞങ്ങളുടെ നാട്ടിലെ ആൾ. അന്ന് 50 ലക്ഷമാണ് ബമ്പർ. 50 1 കോടിയാണെന്നറിയില്ല. 93-ലോ 94-ലോ ആണ്.
അപ്പോൾ പിറ്റേ ദിവസം പേപ്പർ വന്നു. അപ്പോൾ ബാങ്കിൽ ചോദിച്ച് മാനേജരൊക്കെ ചോദിച്ചു, തനിക്കിത് ക്യാൻവാസ് ചെയ്യാൻ പാടില്ലായിരുന്നോ? നമ്മളറിഞ്ഞില്ല. ഇപ്പോൾ ഇത് സംഗതി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനൊരു ക്ഷേത്രത്തിൽ തൊഴുതിട്ടിറങ്ങുമ്പോൾ അവിടെ നിന്ന് ചേട്ടൻ, ഒരു പ്രായമുള്ള ചേട്ടനാണ് ഈ ലോട്ടറി ടിക്കറ്റ് കൊടുത്തത്. അപ്പോൾ പുള്ളി ദിവസം 5-10 ലോട്ടറിയാണ് എടുക്കണം. പുള്ളിക്കറിയാം എത്ര എണ്ണം, ചില ബമ്പറാകുമ്പോൾ കാശ് കൂടുതലാണ്. അപ്പോൾ പുള്ളി ആകെ എടുത്തത് 10 ലോട്ടറി. അപ്പോൾ ഓരോന്നെണ്ണം ആര് വാങ്ങിച്ചെന്ന് പുള്ളി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കറിയാം ഇന്ന ആൾ വാങ്ങിച്ചെന്ന്. ഉടനെ തന്നെ ഈ റിസൾട്ട് നോക്കി റേഡിയോയിലോ മറ്റോ പറയും, അന്നത്തെ കാലത്ത് അങ്ങനെ എന്തോ, അങ്ങനെ വൈകിട്ടിന് മുമ്പ് അറിഞ്ഞ് ഇന്ന ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഫസ്റ്റ് പ്രൈസ് എന്നറിഞ്ഞ് ഫോണിലൂടെ. അറിഞ്ഞ ഉടനെ തന്നെ ആര് കൊടുത്തു? ഈ അപ്പാപ്പനാണ്, ഈ പ്രായമുള്ള ചേട്ടനാണ് കൊടുത്തത്. ഉടനെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ ആര് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ മണൽ വാരുന്ന, അവിടെ സിലിക്ക മണലുണ്ടല്ലോ, മണൽ വാരുന്ന ജോലിയിൽ ഇങ്ങനെ മണലിൽ കുളിച്ച് നിൽക്കുക. ഉടനെ തന്നെ 2-3 ബാങ്ക് മാനേജേഴ്സ് ഓടി വന്നു. ഇങ്ങനെ ഇത് പിടിയാലെ ആദ്യം കിട്ടിയ മാനേജർ കയറി കാറ് കയറ്റി വീട്ടിൽ പോയി ടിക്കറ്റ് എടുത്ത്, അത് കഴിഞ്ഞിട്ടാണ് കാര്യം പറയണത്. ഉടനെ പറഞ്ഞു എനിക്ക് ഇത്ര രൂപ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൊടുത്തു. ഇത് ടിക്കറ്റ് തുകയാക്കിയെങ്കിലും പുള്ളി പിന്നെയും മണലുവാരൽ ജോലിക്ക് പോയി എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാര്യം അങ്ങനെയുള്ള യോഗങ്ങളിൽ കിട്ടുന്ന ആ ഭാഗ്യം നിലനിർത്താനുള്ള ഒരു യോഗം വേണം. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും ചതി വഞ്ചന പാടില്ല. എനർജി എന്ന് പറയുന്ന കാര്യം ചതി വഞ്ചന പാടില്ല. ഇപ്പം ചിലർക്ക് നിധി കിട്ടാനുള്ള യോഗമൊക്കെ ഉണ്ട്. നമ്മുടെ ഭൂമിയിൽ ഇഷ്ടംപോലെ നദികളുണ്ട്, പല സ്ഥലങ്ങളിൽ നിധിയുണ്ട്. പക്ഷേ ഇതിന് യോഗമുണ്ട്. പക്ഷേ അപ്പോഴും പലരും പല ചതിയും വഞ്ചനയൊക്കെ കാണിക്കും. അതൊക്കെ തിരിച്ചടികൾ ഉണ്ടാകും. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ യോഗങ്ങൾ ഒറ്റ കാര്യമേ ഉള്ളൂ. യോഗം നന്നായിട്ട് അനലൈസ് ചെയ്യുക. ഇത് ഏത് പ്രായത്തിലാണ് വരുന്നതെന്ന് നോക്കുക. ആ പ്രായത്തിൽ വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ എന്താണ് ചിട്ടയുടെ ജീവിതം ജീവിക്കുക. ഇപ്പോൾ നമുക്ക് പറയുകയാണ് അടുത്ത ആഴ്ച നന്നായിട്ട് നല്ല മിഷ്ടാന്ന ഭോജനത്തിന് യോഗം ഉണ്ടെന്ന് പറയുകയാണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മളെ കല്യാണത്തിന് വിളിച്ച് അന്ന് ജലദോഷവും തുമ്മലും പനിയാണെങ്കിൽ ടേസ്റ്റ് പോയാൽ വല്ലിനും ടേസ്റ്റ് കിട്ടും. ഇത് തന്നെയാണ് പല യോഗങ്ങളുടെ അവസ്ഥ. ആകെ ഒരു മാക്സിമം 5% ആൾക്കാർക്കേ കറക്റ്റായിട്ട് യോഗങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും, എങ്ങനെയെങ്കിലും നടക്കും. മനസ്സിലായി? ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഈ യോഗങ്ങൾ നടക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലൊന്നും അനുഭവത്തിൽ വരികയില്ല. നന്ദി സർ. ഓക്കെ, നന്ദി.